പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇങ്ങനെ ഒരു അവസരം കർത്താവിൻ്റെ വിളിയെക്കുറിച്ചും ദൈവവേദനയുടെ ആധികാരികതയെക്കുറിച്ചൊക്കെ ആരായുവാൻ വേർഡ് ടു വേർഡ് ചാനൽ ത്രൂ ഇങ്ങനൊരു അവസരം ലഭിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ അവസരം നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെക്കുകയാണ്. ഇത് കേൾക്കുന്ന പ്രേക്ഷകർക്ക് ദൈവം അനുഗ്രഹവും ദൈവവിളിയുടെ ആഴം എന്താണെന്ന് മനസ്സിലാക്കി കർത്താവിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കാൻ ദൈവം നിങ്ങളെ ശക്തമായി ഉപയോഗിക്കട്ടെ. എൻ്റെ പേര് പാസ്റ്റർ ജോൺ പോൾ. ഞാൻ 90-ലാണ് രക്ഷയിലേക്ക് വരുന്നത്. അതിനു മുമ്പ് ഒരു CSI ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത്. അവിടെ നിന്ന് 90 കാലഘട്ടമായപ്പോൾ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. 1992-ലാണ് ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ കീഴിലുള്ള ബൈബിൾ സ്കൂളിൽ ആദ്യമായി പഠിക്കുകയും അവിടുത്തെ ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഒരു വർഷം പാസ്റ്റർ TA തോമസ് കാട്ടാക്കട സെൻട്രൽ പാസ്റ്ററായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ വർക്ക് ചെയ്തു. അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായിട്ട് ഒരു വർഷം പോകുകയും അതിനുശേഷം 95-ൽ ന്യൂഡൽഹിയിലേക്ക് കടന്നുപോയി. അവിടെയും ബെഥസ്ത ബൈബിൾ സ്കൂൾ അബ്രഹാം സാറിൻ്റെ ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന കർത്താവിൻ്റെ ദാസൻ്റെ കീഴിലുള്ള ബൈബിൾ സ്കൂളിൽ ഞാൻ പഠിക്കുകയും 97-ൽ ഗ്രാജുവേഷൻ ചെയ്തിട്ട് അവിടെ നിന്ന് ആദ്യമായി സഭാ ചാർച്ച് ആയിട്ട് പോകുന്നത് രാജസ്ഥാനിലേക്കാണ്. അവിടെ നിന്ന് കർത്താവിൻ്റെ വേല ചെയ്ത് തിരിച്ച് പല സംസ്ഥാനങ്ങളിലും ടീം വർക്കായി പ്രവർത്തിച്ചു. പിന്നീട് ഡൽഹിയിൽ കേന്ദ്രീകരിച്ച് ഏകദേശം 20 വർഷത്തോളം കർത്താവിൻ്റെ വേല നോർത്ത് ഇന്ത്യയിൽ ചെയ്യുവാനിടയായി. 3 ഹിന്ദി ചർച്ച് എസ്റ്റാബ്ലിഷ് ചെയ്യുവാനിടയായി. അവിടെയും ഒരു മലയാളം ചർച്ചും എസ്റ്റാബ്ലിഷ് ചെയ്യുവാനിടയായി. അതിനുശേഷം ഒരു പ്രത്യേക സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ വീണ്ടും ഒരു നിയോഗപ്രകാരം കേരളത്തിലേക്ക് തിരിച്ചു കടന്നു വന്നു. ഇപ്പോൾ ഞങ്ങൾ ട്രിവാൻഡ്രത്ത് നാലാഞ്ചിറ എന്ന് പറയുന്ന പ്രദേശത്താണ് താമസിക്കുന്നത്. ഈ ഭാഗത്ത് കടന്നു വന്ന് ഇവിടെയും ഒരു മലയാളം ചർച്ചിൽ പാസ്റ്ററായി. അതിനുശേഷം ഇവിടെ അന്യസംസ്ഥാന തൊഴിലാളികൾ കളക്ട് ചെയ്ത് ഞങ്ങൾ പാസ്റ്റർ KC തോമസ് പാസ്റ്ററുടെ IPC ചർച്ചിൻ്റെ കീഴിൽ അവിടെ ഒരു കൂടിവരവും ഞങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. ആ കോവിഡായപ്പോൾ അത് നിന്നുപോയി. ഇപ്പോൾ ഞാൻ ഇൻഡിപെൻഡൻ്റായിട്ടാണ് നിൽക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് അറ്റാക്ക് വന്നു. അതുകൊണ്ട് സഭാ ചർച്ച് കുറേ കാലത്തേക്ക് നിർത്തിവെച്ചു. അറ്റാക്ക് വന്നു. ഇപ്പോൾ കുഴപ്പമില്ല. വീണ്ടും സഭാ ചർച്ച് ഭാഗികമായി ഇപ്പോൾ ഒരു ഇൻഡിപെൻഡൻ്റ് ചർച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ കുടുംബത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഭാര്യ, 2 പെൺകുഞ്ഞുങ്ങൾ. മൂത്ത മകൾ BTech എൻജിനീയറിംഗ് കോഴ്സ് കണ്ണൂരിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ മകൾ BBAക്ക് തിരുവനന്തപുരം കേരള യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ രണ്ടാമത്തെ മകളും പഠിക്കുന്നു. ഞങ്ങൾ 4 പേരും കൃപയാൽ സന്തോഷമായിരിക്കുന്നു. ഇനി എൻ്റെ വിളിയെക്കുറിച്ചും അതിൻ്റെ 1-2 കാര്യങ്ങൾ കൂടെ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. എന്നെ ആരും പ്രത്യേകിച്ചൊരു ഫോഴ്സ് ചെയ്ത് സുവിശേഷ വേലയ്ക്ക് കൊണ്ടുവന്നതല്ല. ആരുടെയെങ്കിലും പ്രേരണ കൊണ്ടോ ആരെയെങ്കിലുടെയും മോഡൽ കണ്ട് അല്ലെങ്കിൽ ഇന്ന ആളെപ്പോലെ എനിക്കാകണം എന്നുള്ള നിലവാരത്തിലും സുവിശേഷ വേലയ്ക്ക് വന്നതല്ല. ഞാൻ സുവിശേഷ വേലയ്ക്ക് വന്നത്
ഞാനൊരു കലാഫീൽഡൊക്കെ ആയിരിക്കുന്ന സമയത്ത്, കോളേജിൽ പഠിക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യത്തിലാണ്. വലിയ അക്രമിയൊന്നുമല്ല, എങ്കിലും ചെറിയ രീതിയിലുള്ള രാഷ്ട്രീയം അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് 22-ാമത്തെ വയസ്സിൽ ഞാൻ രക്ഷിക്കപ്പെട്ട് കർത്താവിലേക്ക് വരുന്നത്. വിദ്യാഭ്യാസപരമായ സ്വാധീനങ്ങളൊക്കെ ചെറിയ രീതിയിലുണ്ടെങ്കിലും യഥാർത്ഥ കർത്താവായ യേശുവിൻ്റെ വിളി ഒരു മെസ്സേജിൽ കൂടെയാണ് കേൾക്കുവാനിടയായത്. അന്ന് എനിക്ക് മനസ്സിലായി, ഈ ലോകത്തിൽ എൻ്റെ ദർശനം അല്ലെങ്കിൽ എന്നെക്കൊണ്ട് കർത്താവ് ഉദ്ദേശിക്കുന്നത് ഒരു സുവിശേഷകനായി മാറണം. അങ്ങനെ ഞാൻ സ്വയം തീരുമാനിച്ച്, ആരുടെയും പ്രേരണ ഒന്നുമല്ല, ഞാൻ സ്വയം തീരുമാനിച്ച് എൻ്റെ വീട്ടുകാരോട് പറഞ്ഞു, ഞാൻ ബൈബിൾ സ്കൂളിൽ പോകാൻ പോകുന്നു. അങ്ങനെയാണ് ബൈബിൾ സ്കൂളിലേക്ക് പോകുന്നത്. അപ്പോൾ ദൈവം എന്നെ വിളിച്ചതുകൊണ്ട് ഇന്ന് 33 വർഷത്തോളമാകുന്നു ഇതുവരെയും ഈ സുവിശേഷ വേല വിട്ട് വേറൊരു വേലയ്ക്കോ വേറൊരു കാര്യത്തിനോ പോകാൻ ഇട വന്നിട്ടില്ല. ജീവിതത്തിൽ ഒത്തിരി പ്രയാസങ്ങൾ നേരിട്ടു. ഞാൻ വടക്കേ ഇന്ത്യയിൽ ബൈബിൾ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ 2 പ്രാവശ്യം സുവിശേഷ വിരോധികൾ എന്നെ അടിക്കുവാനിടയായി. ഞാൻ കൊണ്ടുപോയ ബൈബിൾ അവർ പിടിച്ചു വാങ്ങി എൻ്റെ കൺമുമ്പിലിട്ട് തീ കത്തിച്ചു. 2 പ്രാവശ്യവും എന്നെ അപകടത്തിലാക്കി, എന്നെ കൊല്ലുമെന്നെനിക്ക് ഒരു ഉറപ്പായിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. എന്നാൽ അവിടെ നിന്നെല്ലാം ദൈവത്തിനൊരു ഉദ്ദേശമുള്ളത് കൊണ്ട് ഒരു ശക്തിക്കും എന്നെ തകർക്കുവാൻ കഴിഞ്ഞില്ല. അത് കഴിഞ്ഞ് ഞാൻ ബൈബിൾ സ്കൂൾ പഠനമെല്ലാം കഴിഞ്ഞ് ഡൽഹി കേന്ദ്രീകരിച്ച് ഒരു ടീമിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അന്ന് UPയിൽ ബുലൻഷേഖർ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിൽ അതിൻ്റെ അടുത്തുള്ളൊരു പ്രദേശമാണ് കൊർജ. ഈ കൊർജ എന്ന് പറയുന്ന പ്രദേശത്ത് ഞാൻ സുവിശേഷം ട്രാക്റ്റുകളുമായി പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അന്ന് സുവിശേഷ വിരോധികൾ എന്നെ വെട്ടാനായി കത്തിയും കൊണ്ടുവന്നു. അന്നും ദൈവത്തിൻ്റെ കൃപയാൽ രക്ഷപ്പെടുവാൻ സ്വർഗം സഹായിച്ചു. എൻ്റെ മിടുക്കല്ല. ഇതെല്ലാം കഴിഞ്ഞ് എൻ്റെ ജീവിതമെന്ന് പറയുമ്പോൾ, സുവിശേഷ വേലയുടെ ആരംഭഘട്ടമെന്ന് പറയുമ്പോൾ ഒത്തിരി പ്രതികൂലങ്ങളും ബുദ്ധിമുട്ടുകളും എൻ്റെ ജീവിതത്തിൽ ആഞ്ഞടിച്ചു. ഞങ്ങൾ ഡൽഹിയിൽ സൗത്ത് ഡൽഹിയിൽ സംഗം വിഹാർ, മദംഗീർ, കാൺപൂർ, ദക്ഷൻപുരി, കൽക്കാജി എന്നീ പ്രദേശങ്ങളിൽ അന്ന് ട്രാക്റ്റ് ഞങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്താണ് ഞങ്ങൾക്ക് ഭക്ഷണത്തിനുള്ള സാഹചര്യം വരെ ഞങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരുന്നത്. ഞങ്ങളെ ഒരു 4 സഹോദരന്മാരുണ്ട്. അവരെ സഹായിക്കാൻ മറ്റൊരു സംഘടനക്കാരില്ല, മറ്റൊരു വ്യക്തികളില്ല, ആരുമില്ല. ഞങ്ങൾക്ക് ഗോസ്പൽ ഫോർ ഏഷ്യയുടെ കുറച്ച് ട്രാക്റ്റ് ഞങ്ങൾ കളക്ട് ചെയ്തു. അതിൽ ഒരു പാക്കറ്റിന് 1 രൂപയാണ്. ആ നിലവാരത്തിൽ ഞങ്ങൾ വിറ്റ് സുവിശേഷം പറഞ്ഞ് കിട്ടുന്ന ആ നന്മയാണ് ഞങ്ങളുടെ ഭക്ഷണം, വീട്ടുവാടക, ഞങ്ങളുടെ വസ്ത്രം എല്ലാം. ഒത്തിരി പ്രതിസന്ധി ഞങ്ങൾ നേരിട്ടു. നല്ല ഒരു കിടക്കയില്ല, നല്ല ഒരു ജീവിതം ഞങ്ങൾക്ക് കാഴ്ചവെക്കാൻ കഴിയുന്നില്ല. കാരണം സാമ്പത്തിക പ്രതിസന്ധി അതുപോലെ. പക്ഷേ ഇവിടെയെല്ലാം മറ്റൊരു സത്യം ഞാൻ വിളിച്ചു പറയാം. ഒരു മാരകരോഗമോ ഒരു പ്രതിസന്ധിയോ ഞങ്ങളെ നേരിട്ടില്ല. കാരണം തമ്പുരാൻ അറിയാം, ദൈവത്തിനു വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന, ദൈവത്തിനു വേണ്ടി ത്യാഗമനുഭവിക്കുന്ന ദൈവമക്കളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ദൈവത്തിനായതുകൊണ്ടാണ് അന്നത്തെ മാരകമായ ചൂടും തണുപ്പും അനുഭവിച്ചിട്ടും ഒരു പ്രതിസന്ധിയുമില്ലാതെ ദൈവം നമ്മെ പരിപാലിച്ചത്. അന്നും ഇത്രയും കഷ്ടത നിറഞ്ഞ സമയത്തായപ്പോഴും ഞങ്ങൾ ആരും തന്നെ കർത്താവിൻ്റെ വേല വിട്ട് മറ്റൊരു വേലയ്ക്കോ മറ്റൊരു സാഹചര്യത്തിനോ ഞങ്ങൾ പോയില്ല. അതുകൊണ്ട് ഇന്ന് ദൈവം അനുഗ്രഹിച്ചു. ഈ അനുഗ്രഹത്തിൻ്റെ പിന്നിലെല്ലാം ഒരു കാലഘട്ടത്തിൽ അതിൻ്റെ ഒത്തിരി വില കൊടുത്ത് ദൈവത്തിനു വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി വില കൊടുത്തത് കൊണ്ടാണ്
ഇന്ന് കിട്ടിയ ആരോഗ്യം, ഇന്ന് കിട്ടിയ സൗഭാഗ്യം, ഇന്ന് കിട്ടിയ നന്മകൾ. അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന ഈ ചാനലിൽ കൂടെ എൻ്റെ ശബ്ദം കേൾക്കുന്ന ശ്രോതാക്കളെ, നിങ്ങളാരെങ്കിലും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷകനായി പോകുവാൻ തീരുമാനിക്കുന്നെങ്കിൽ, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, നിങ്ങൾ കഷ്ടപ്പെടാൻ വന്നാൽ രക്ഷപ്പെടും. നിങ്ങൾ രക്ഷപ്പെടാൻ വന്നാൽ കഷ്ടപ്പെടും. ഞാൻ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, രക്ഷപ്പെടാനായി സുവിശേഷ വേലയിൽ വന്നാൽ കഷ്ടപ്പെടും. കഷ്ടപ്പെട്ട് രക്ഷപ്പെടുന്ന മോട്ടിവേഷൻ ഉണ്ടായിരുന്നാൽ രക്ഷപ്പെടും. അപ്പോൾ ആദ്യം ഏതൊരു സുവിശേഷകനും സുവിശേഷ വേലയിൽ വരുമ്പോൾ അവന് കഷ്ടപ്പാടുണ്ട്. ആ കഷ്ടതയിൽ പിടിച്ചു നിൽക്കുന്ന വ്യക്തി അവർ അനുഗ്രഹം പ്രാപിക്കും, ഈ ഭൂമിയിലും നിത്യതയിലും. ഭൂമിയിൽ അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി ആരെയെങ്കിലും റോൾ മോഡലാക്കി സുവിശേഷ വേലയ്ക്ക് കടന്നു വന്നാൽ തീർച്ചയായിട്ടും ആ വ്യക്തി പരാജയം സംഭവിക്കും. ഒത്തിരി ആൾക്കാരെ നമുക്കറിയുവാൻ കഴിയും. അപ്പോൾ ഒരു സുവിശേഷകനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏത് നിലവാരത്തിൽ സുവിശേഷ വേലയ്ക്ക് വരുമ്പോൾ ഏത് സാഹചര്യത്തെയും അതിജീവിക്കുവാനുള്ള ഒരു അതിജീവനം ദൈവവചനത്തിൽ നിന്ന് പ്രാപിക്കണം. ഇതിൻ്റെ എല്ലാം ഉദ്ദേശം, അല്ലെങ്കിൽ എന്നെ ഇന്ന ഒരാൾ വിളിച്ചിറക്കി അല്ലെങ്കിൽ അവരുടെ സംഘടനയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ വന്നാൽ നമ്മുടെ സുവിശേഷ വേല തകർന്നു പോകും. ഒരു സംഘടനയ്ക്കും വേണ്ടി നാം പ്രവർത്തിക്കരുത്. നാം പ്രവർത്തിക്കേണ്ടത്, നമ്മുടെ മോട്ടിവേഷൻ, നമ്മുടെ ഉദ്ദേശം നിത്യതയിൽ സ്വർഗരാജ്യത്തിനു വേണ്ടി. അപ്പോൾ ഭൂമിയിൽ സംഘടനയുണ്ട്. ഈ കാണുന്ന IPC, ഷാരോൺ, ചർച്ച് ഓഫ് ഗോഡ്, AG എന്നീ പറയുന്ന മറ്റ് സ്വതന്ത്ര സംഘടനകൾ, ഇതെല്ലാം ദൈവം സ്ഥാപിതമാക്കിയതാണ്. പക്ഷേ ആ സംഘടനയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് തെറ്റ് സംഭവിക്കും. എന്നാൽ ദൈവരാജ്യത്തിനു വേണ്ടി നാം കർത്താവിൻ്റെ വേലയെ മനസ്സിലാക്കി വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ജനങ്ങൾക്കിത് വിളമ്പിക്കൊടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നാം ദൈവവചനം പറയുമെങ്കിൽ തീർച്ചയായിട്ടും നാം അനുഗ്രഹം പ്രാപിക്കും. നമ്മൾ പറയുന്ന വ്യക്തികൾ അല്ലെങ്കിൽ സുവിശേഷം പറഞ്ഞ് കേൾക്കുന്ന വ്യക്തികൾക്ക് ഒരു മനം തിരിവുണ്ടാകുവാൻ ദൈവാത്മാവിൻ്റെ പരിവർത്തനം വ്യാപരിക്കും. ദൈവാത്മാവിൻ്റെ പരിവർത്തനം, ദൈവ സാന്നിധ്യം എവിടെയാണ് ഉണ്ടാകുന്നത്, അവിടെയാണ് മാനസാന്തരം ഉണ്ടാകുന്നത്, അവിടെയാണ് ദൈവിക സ്നേഹം വെളിപ്പെടുന്നത്. അങ്ങനെ വരുമ്പോഴാണ് കഷ്ടതകളെല്ലാം നമ്മൾ മറന്നു പോകുന്നത്. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ഭാരങ്ങൾ നാം മറന്നു പോകുന്നത്. യേശുവിൻ്റെ സ്നേഹം നമ്മുടെ മുമ്പിൽ നാം കൊണ്ടുവരുമെങ്കിൽ, നമ്മുടെ ജീവിതവുമായി അത് കൊണ്ടുവരുമെങ്കിൽ നമ്മുടെ സുവിശേഷ വേല സക്സസ് ആകും. എൻ്റെ എക്സ്പീരിയൻസാണ്. എൻ്റെ മുഖത്ത് നോക്കി വടക്കേ ഇന്ത്യയിൽ വെച്ച് ഒരുപാട് പേര്, ഞാൻ ഈ ഹിന്ദി വർഷിപ്പ് ആയതുകൊണ്ട് ഹിന്ദിക്കാരെന്നോട് പറഞ്ഞു, പാതിരി സാബ് ആപ് കുച്ച് കാം കറോ, കുച്ച് കാം കർ കർ ആപ് मसीह के काम करो, उसमें क्या है, कुछ भी नहीं. लेकिन मैं उस समय, ഞാൻ ആ സമയം ദൈവനാമത്തിൽ പറഞ്ഞത്, നോ, ഞാൻ ഫുൾ ടൈം കർത്താവിന് വേണ്ടി വേലയ്ക്ക് വന്നെന്ന് പറയുക മാത്രമല്ല, ഞാൻ തീരുമാനമെടുത്തുറപ്പിച്ച വ്യക്തിയാണ്. തീരുമാനമെടുത്തുറപ്പിച്ച വ്യക്തിക്ക് അത് പിന്മാറാൻ പറ്റത്തില്ല. ഇവിടെയാണ് ദൈവത്തിൻ്റെ പ്രസാദം വെളിപ്പെടുന്നത്. ദൈവത്തിൻ്റെ മുമ്പിൽ നാം എടുക്കുന്ന തീരുമാനം അത് 100% വിജയകരമാക്കേണ്ടത് ഓരോ വ്യക്തികളുടെയും കടപ്പാടാണ്. നമ്മുടെ പല സുവിശേഷകന്മാരും ഇന്ന് സുവിശേഷ വേല വിട്ട് മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നു. അവർക്ക് പറയുവാൻ ഒരുപാട് ന്യായങ്ങളുണ്ട്. ഓക്കെ, ഞാൻ ദൈവവേലയും അതുപോലെ സെക്കുലർ ജോലിയും ചേർന്ന് പോകുന്നത് തെറ്റോ എന്ന് ചോദിച്ചാൽ തെറ്റല്ല, ശരിയാണ്. അങ്ങനെയുള്ള വിളിയും തിരഞ്ഞെടുപ്പും താങ്കൾക്ക് അതാണുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോ, ഒരു തർക്കവുമില്ല, ഒരു തെറ്റുമില്ല.
പക്ഷേ കർത്താവിൻ്റെ മുമ്പിൽ പറയുന്നു, ഞാൻ ഫുൾ ടൈം എന്ത് ത്യാഗം വന്നാലും, എന്ത് കഷ്ടത വന്നാലും, എന്ത് പ്രയാസം വന്നാലും ഞാൻ യേശുവിന് വേണ്ടി നിലനിൽക്കും, ഞാനിത് പിന്മാറത്തില്ല എന്ന് പറഞ്ഞിട്ട് കഷ്ടത വരുമ്പോൾ ചാടുന്നതാണ് പ്രശ്നം. അപ്പോൾ തീരുമാനമെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് എടുക്കണമെന്ന് എൻ്റെ പ്രേക്ഷകരോടും ഞാൻ പറയുന്നു. നിങ്ങൾക്ക് ജോലിയോട് ബന്ധപ്പെട്ട് കർത്താവിൻ്റെ വേല ചെയ്യാം, ഒരു തർക്കവുമില്ല, ഒരു തെറ്റുമില്ല. പക്ഷേ നിങ്ങളുടെ തീരുമാനമാണ് ദൈവസന്നിധിയിൽ എടുക്കേണ്ടത്. സുവിശേഷ വേല എന്ന് പറയുമ്പോൾ ഇതിന് ഒരുപാട് ത്യാഗം അനുഭവിക്കേണ്ട മനോഭാവം നമ്മളിലുണ്ടാകണം. ഞാനിപ്പോൾ ഒരു സർവേ അത് എടുത്തു, എൻ്റെ സുഹൃത്തുക്കളെല്ലാം കൂടെ ചേർന്ന്. ഞാൻ പഠിക്കുന്നത് 92-95 കാലഘട്ടത്തിലെ ബൈബിൾ സ്കൂളിൽ പഠിക്കാനായി അഡ്മിഷൻ കിട്ടുവാൻ ബൈബിൾ സ്കൂളുകളിൽ അല്ലെങ്കിൽ ബൈബിൾ കോളേജ് ആകട്ടെ വളരെ ബുദ്ധിമുട്ടാണ്. ഒത്തിരി റെക്കമെൻഡ് ചെയ്താണ് അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ സ്വാധീനിച്ചാണ് ബൈബിൾ സ്കൂളിലൊക്കെ എത്തിച്ചേരുന്നത്. കാരണം അങ്ങനെയാണ്. അന്ന് ബൈബിൾ സ്കൂളിൽ പഠിക്കുവാൻ വിദ്യാർത്ഥികൾ ഒത്തിരി ഉണ്ട്, സ്ഥാപനം കുറവ്. എന്നാൽ ഇന്ന് സ്ഥാപനങ്ങളുണ്ട്, വിദ്യാർത്ഥികൾ കുറഞ്ഞുപോയി. ഈ കണക്കിന് മുമ്പോട്ട് പോയാൽ ഒരു 10-15 വർഷം കഴിയുമ്പോൾ നമ്മുടെ കേരളക്കരയിൽ അല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്ത് സുവിശേഷകരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടുവരുന്നു. ഇത് കേവലം ഒരു പെന്തക്കോസ് വിഭാഗം മാത്രമല്ല, മറ്റിതര സാമുദായിക ചർച്ചുകളിലും ഇത് തന്നെ സ്ഥിതി തുടരുന്നു. കാരണം എന്ത്? നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്നത്തെ തലമുറയ്ക്ക് സുവിശേഷം പറയുവാൻ, സുവിശേഷ വേല ചെയ്യുവാൻ താല്പര്യമില്ല. ആ കാലത്തിലേക്ക് വന്നു കഴിഞ്ഞു. വലിയൊരു അപകടം മനസ്സിലാക്കണം. നമ്മുടെ കേരളം, കൊച്ചു കേരളം, ഒരു കാലഘട്ടത്തിൽ മാൻ സപ്ലൈ, മനുഷ്യനെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി സപ്ലൈ ചെയ്ത ഒരു സംസ്ഥാനമാണ് നമ്മുടെ കൊച്ചു കേരളം. ആ കേരളം ഇന്ന് സുവിശേഷ വേലയ്ക്ക് ജനങ്ങളെ കൊടുക്കുവാൻ പറ്റുന്നില്ല. ആരാണ് കാരണക്കാർ? ദൈവസഭയാണോ, കുടുംബമാണോ, വ്യക്തികളാണോ? നാം സ്വയം പരിശോധിക്കണം. നമ്മുടെ സഭകളിൽ ഇന്ന് ചെറുപ്പക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. നമ്മുടെ ചെറുപ്പക്കാരെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറക്കി വിടുവാൻ പാസ്റ്റർമാരുൾപ്പെടെ അവർ വലിയ ഫോഴ്സ് കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ അവർ അതിനുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നില്ല. വലിയ അപകടമാണ്. എന്നെ കേൾക്കുന്ന ശ്രോതാക്കളെ, നിങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ ഭാരതം സുവിശേഷീകരിക്കണമെങ്കിൽ, കോടിക്കണക്കിന് ജനങ്ങളെ സുവിശേഷീകരിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പാസ്റ്റേഴ്സിൻ്റെ ഗ്രൂപ്പ് പറ്റത്തില്ല. ദൈവം വലിയ പ്രവൃത്തി വെളിപ്പെടുത്തണമെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ സുവിശേഷ വേലയ്ക്ക് കടന്നു വരണം. ഞാനിന്ന് ഈ കാലഘട്ടങ്ങളിൽ പ്രസംഗിക്കാൻ പോകുന്ന പല സഭകളിലും ഇത് ഞാൻ പറയാറുണ്ട്, പലവർക്കും മോട്ടിവേഷൻ കൊടുക്കാറുണ്ട്. അവരെല്ലാം ഇന്ന് പലവരുമൊക്കെ സുവിശേഷ വേലയ്ക്ക് ഒന്നുകില്ലെങ്കിൽ ഒരു തീരുമാനമെങ്കിലും എടുക്കുന്നുണ്ട്. അത് നമ്മുടെ സഭകളിൽ നടക്കണം. ഇല്ല എങ്കിൽ ഒരു കാലഘട്ടം കഴിയുമ്പോൾ, മാക്സിമം ഒരു 20 വർഷം, അത് കഴിയുമ്പോൾ ഇവിടെ പാസ്റ്റർമാർ കുറയുന്നൊരു കാലഘട്ടത്തിലേക്ക് വരുന്നു. ഇന്ന് ബംഗാളികളും ഹിന്ദിക്കാരും കേരളത്തിൽ വന്ന് പണിയെടുക്കുന്നത് പോലെ മറ്റ് സംസ്ഥാനത്തുള്ളവർ ഇവിടെ വരണം. അതുപോലെ തന്നെ ഇനി മറ്റ് സംസ്ഥാനങ്ങളിൽ പോലും സുവിശേഷ വേലക്കാരുടെ ഒരു ദൗർബല്യം നമ്മൾ കാണും. ഇതുകൊണ്ട് കർത്താവ് നേരത്തെ പറഞ്ഞു, വേല, വയൽ വിളഞ്ഞു കിടക്കുന്നു, അത് കൊയ്യാനുള്ള വേലക്കാരോ കുറവാണ്. അപ്പം അതുകൊണ്ട് ഈ സന്ദേശം കേൾക്കുന്ന, ഈ അനുഭവം കേൾക്കുന്ന സ്നേഹിത, താങ്കൾ ഒരു ദൈവ പൈതലായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണമെന്നുണ്ടെങ്കിൽ താങ്കൾ ഇപ്പോൾ ഈ ശബ്ദം കേൾക്കുമ്പോൾ താങ്കളുടെ മനസ്സ് ദൈവത്തോടു കൂടെ ചേർത്ത് പറ, ഞാൻ പോകും, എൻ്റെ വേലയാണ് ഇത്, എനിക്ക് കർത്താവിന് വേണ്ടി ചെയ്യണം, ഞാൻ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കും. ആരാണ് അതിനു വേണ്ടി തുനിയുന്ന അവരെ ദൈവം അനുഗ്രഹിക്കും. സ്നേഹിത, എൻ്റെ അനുഭവത്തിൽ പറയാം,
സാമ്പത്തികത്തിന് വേണ്ടി നിങ്ങൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വരണ്ട. നിങ്ങൾ ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി വന്നാൽ സാമ്പത്തികം നിങ്ങളുടെ പിന്നാലെ വന്നിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ട ഒരു വ്യക്തി. ഞങ്ങൾ 4 പേര് ഒരു റൂമിൽ 4 പേര് തറയിലാണ് കിടക്കുന്നത്. ഞങ്ങൾക്ക് തണുപ്പ് വന്നാൽ ഒരു ബെഡില്ല. ഞാൻ കിടന്ന ഒരു അനുഭവം പറയാം. ഭയങ്കര തണുപ്പാണ്. വടക്കേ ഇന്ത്യയിലെ അന്ന് അയൽവക്കത്ത് ഫ്രിഡ്ജ് വാങ്ങിച്ചപ്പോൾ ഫ്രിഡ്ജിൻ്റെ കവറ് അതെടുത്ത് അതാണ് നിലത്ത് വിരിച്ചിട്ട് അതിൻ്റെ പുറത്തൊരു സ്ലീപ്പിംഗ് ബാഗിൽ കിടന്ന ആളാണ് ഞാൻ. നല്ലൊരു ഷർട്ടില്ല, നല്ലൊരു പാൻറ്റില്ല, നല്ലൊരു ചപ്പലില്ല, എല്ലാം സെക്കൻഡ് ഹാൻഡ് വാങ്ങും. അത് മേടിച്ചിട്ട് ഞാൻ അഭിമാനത്തോടു കൂടി പറയുന്നു, എനിക്ക് ലജ്ജയില്ല, കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചു. അന്ന് എനിക്ക് കിട്ടിയ പ്രചോദനമാണ് ഇന്ന് ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹം. ഇന്ന് ധാരാളം അനുഗ്രഹിച്ചിട്ടുണ്ട്. ഷർട്ടിന് ഷർട്ട്, ചപ്പലാകട്ടെ, ഫാൻ, മറ്റ് ഡ്രസ്സുകളാകട്ടെ, ഭവനമാകട്ടെ, കുടുംബമാകട്ടെ, മക്കളെ പഠിപ്പിക്കുവാനൊക്കെ ദൈവം അവസരവും അനുഗ്രഹവും നൽകിത്തന്നു. എന്നെ കേൾക്കുന്ന സ്നേഹിത, കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ പറയുകയാണ്, നീ ദൈവ പൈതലായി ദൈവത്തിനു വേണ്ടി ചെലവഴിക്കാൻ നീ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം നിന്നെ ധാരാളം അനുഗ്രഹിക്കും.